കോടതി മുമ്പാകെ പ്രോസിക്യൂഷൻ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇപ്പോൾ ദിലീപിന് ജാമ്യം നൽകിയാൽ അത് കേസന്വേഷണത്തെ ബാധിക്കും, സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഈ കേസിന്റെ അന്വേഷണം അതിന്റെ തുടക്കഘട്ടത്തിലാണ്. ആ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ദിലീപിന് ജാമ്യം അനുവദിക്കരുതെന്നും അത് കൂടുതൽ തെളിവ് ശേഖരണത്തിലും ഈ കേസിന്റെ തുടർന്നുള്ള അന്വേഷണത്തിനും തടസ്സമാകുമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഈ വാദം കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് എന്താണ് അറിയാൻ സാധിക്കുന്നത്? ഇനിയിപ്പോൾ പ്രതിഭാഗം ജാമ്യം തേടി സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ടോ? ഈ കേസിൽ ഇനി ജാമ്യം തേടി സുപ്രീം കോടതിയെ സമീപിക്കുക എന്നതാണ് അടുത്ത ഘട്ടമായുള്ള നിയമ നടപടി സ്വീകരിക്കാൻ കഴിയുന്നത്. പക്ഷേ സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ പല പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുമുണ്ട്. കാരണം ഇപ്പോൾ ഒരു ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയിലേക്ക് എത്തിയാൽ അത് ഉടനൊന്നും സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരില്ല. അതിന് കാലതാമസം എടുക്കും. സാധാരണ നിലയിൽ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ജാമ്യാപേക്ഷയുമായി എത്തുക, അതാണ് സാധാരണ പതിവുള്ള രീതി. അത് തന്നെ സ്വീകരിക്കാനുള്ള സാധ്യതകളാണ് ഈ കേസിൽ കൂടുതൽ. എന്നാൽ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം